പുതിയൊരു കണ്ടന്റ് എടുക്കുന്നതിനെ പറ്റി ഞാൻ കുറെ ആലോചിച്ചു. ഞാനിങ്ങനെ കുറെ സ്ക്രോൾ ചെയ്ത് നോക്കി, കുറെ ചിന്തിച്ചു നോക്കി. പക്ഷെ എനിക്ക് പുതിയ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഞാൻ കുറെ ന്യൂസുകൾ കാണുന്നത്. കുട്ടികൾ കുറെ പീഡിപ്പിക്കപ്പെടുന്നു, അതേപോലെ തന്നെ കുട്ടികൾ തന്നെ പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനെ കുറെ ഇഷ്യൂസ് ഞാൻ കണ്ടു. എനിക്ക് അതൊരു കണ്ടന്റ് ആക്കുന്നതിനപ്പുറം അതിനെപ്പറ്റി ഈ പുതുതലമുറയോടും അതേപോലെ തന്നെ പേരൻസിനോടും ഒക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. ഞാൻ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫെയിം ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാനുള്ള ഒരു മാധ്യമം ഇതാണ്, എന്റെ മാധ്യമം ഇതാണ്. അപ്പൊ ഈ മാധ്യമത്തിലൂടെ നിങ്ങളോടൊന്ന് ഇതിനെപ്പറ്റി എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PS അമർ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള കുറെ അധികം ന്യൂസുകൾ കാണുന്നു. ഞാൻ അന്നേരം കുറെ നേരം ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്, ഇതിന്റെ റീസൺ എന്താണ്? കാര്യം കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, കുട്ടികൾ തന്നെ പ്രതികളാവുന്നു, എന്തുകൊണ്ടൊക്കെയാണ്? അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് ഇത് ഈ തലമുറയുടെ പ്രശ്നമായിരിക്കും. കാര്യം പണ്ട് ഇത്രയധികം ന്യൂസ് ഒന്നും ഇല്ലായിരുന്നല്ലോ, ഈ തലമുറയുടെ പ്രശ്നമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അതല്ല. കാര്യം തലമുറയ്ക്ക് ഒരു അങ്ങനത്തെ ഒരു സൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം ഒന്നും അത്രയ്ക്ക് ചേഞ്ച് ആവോ, നമ്മുടെ തോട്ടൊന്നും അത്രയ്ക്ക് ചേഞ്ച് ആയിട്ടോ ഒന്നും ഇല്ല. ഇപ്പോഴും പഴയ പല കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്, ശരിയല്ലേ? പിന്നീട് ഞാൻ ആലോചിച്ചു, എന്തായിരിക്കും ഇതിന് കാരണം? നമ്മുടെ മാതാപിതാക്കളൊക്കെ പനി വന്നാലും ചുമ വന്നാലും എന്ത് വന്നാലും മൊബൈലിന്റെ തലക്കിടുമല്ലോ. ഞാനപ്പം ചിന്തിച്ചു, ഇനി മൊബൈലാണോ ഇതിന്റെ പ്രശ്നം? മൊബൈലിന് അതിനകത്തൊരു ചെറിയൊരു പങ്കുണ്ടെന്ന് പറയാം. പക്ഷെ മൊബൈൽ തന്നെ അല്ലെങ്കിൽ ടെക്നോളജി തന്നെയാണ് ഇതിന് മൊത്തത്തിൽ ഉത്തരവാദി എന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു പങ്കുണ്ട്. കാര്യം കുട്ടികൾ കൂടുതലായിട്ട് ഇപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു മേഖലയിലാണ്. അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്, അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേറൊരു ഒക്കേഷൻ നമ്മളായിട്ട് കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് പേരൻസ് കൊടുക്കുന്നില്ല, സ്പേസ് കൊടുക്കുന്നില്ല. അത് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് ആ ഒരു ഫേസിലോട്ട് അല്ലെങ്കിൽ മൊബൈൽ എന്നൊരു ഇന്റർഫേസിലോട്ട് അവർ പോകുന്നത്. കാര്യം പണ്ട് കൂട്ടുകുടുംബവും കളിക്കാനും എടുക്കാനും ഒക്കെ ആൾക്കാർ കൂടുതലും അവർക്ക് അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പേരൻസ് അതിന് സമയം കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന്റെ ഒരു കാരണം മൊത്തത്തിൽ അവരുടെ തലക്കിടാനും പറ്റത്തില്ല. അങ്ങനെ ഉണ്ട്. എന്താണ് ഇതിന് കാരണം? ഞാൻ കുറെ അധികം ആലോചിച്ചു. അവസാനം എനിക്ക് തോന്നിയ രണ്ട് ഉത്തരങ്ങളിലോട്ട് തന്നെ ഞാൻ പോവാം. ആദ്യം തന്നെ, കുട്ടികൾക്ക് സ്പേസ് കിട്ടുന്നില്ല. അതെ, അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അവർക്കുണ്ടാവുന്ന ഡൗട്ടുകൾ, അതേപോലെ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അവരുടെ ഇമോഷൻസ്, കാര്യങ്ങൾ, ഇതൊന്നും ഷെയർ ചെയ്യത്തക്കോണം ഒരു സ്പേസ് കിട്ടുന്നില്ല. അവരുടെ മുമ്പിൽ ഫോൺ മാത്രമേ ഉള്ളൂ. ആ ഫോണിൽ കൂടെ പരിചയപ്പെടുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ആ ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടോ യൂട്യൂബിൽ വരുന്ന കാര്യങ്ങളോ ഒക്കെയാണ് അവരുടെ മുമ്പിലെ ശരിയും തെറ്റും. അവരുടെ കണ്ണിൽ കാണുന്നത് ഒന്നും അവർക്ക് അപ്പോൾ തെറ്റായിട്ട് തോന്നത്തില്ല. അവർക്ക് മോറൽ വാല്യൂസോ കാര്യങ്ങള്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസോ ഇതിനെപ്പറ്റി ബന്ധങ്ങളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള നോളജോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്തു തരാൻ ഇന്നത്തെ പേരൻസിന് സാധിക്കുന്നില്ല. അത് വളരെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതൊരു പക്ഷെ അവരുടെ ഒരു പ്രശ്നമോ അതല്ലെങ്കിൽ അവരുടെ ഒരു തെറ്റോ ഒന്നും ആയിരിക്കില്ല. കാര്യം അവര് ജോലി തിരക്കിലാണ്. അവർക്ക് രണ്ടുപേർക്കും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, രണ്ടുപേരും അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബം മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ നാട്ടിലെ ജീവിത സാഹചര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പറായിട്ട് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. പിന്നീട് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാരണം, കുട്ടികളോട് പേരൻസ് അല്ലെങ്കിൽ അവര് വളർന്നു വരുന്ന ടൈമില് അവരോട് സെക്സ് എന്ന് പറഞ്ഞൊരു വേർഡ് പോലും ഉച്ചരിക്കാൻ തയ്യാറാവുന്നില്ല. ഇതെന്താണെന്നുള്ള ഒരു ആകാംക്ഷ കുട്ടികൾക്ക് ഉണ്ടാവും. അവര് വളർന്നു വരുന്ന ആ ടൈമില് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും, അതായത് 1 മുതൽ 10 വരെയുള്ളതിന്റെ ഇടയ്ക്ക് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ പഠിപ്പിക്കുന്നവർ പോലും, ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് പോലും അത് കൃത്യമായിട്ട്, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു പോത്തേ ഉള്ളൂ. ഒരു നാണം, ഒരു ഷൈനസ് അതിനകത്ത് എല്ലാവരും മറച്ചു വെക്കുന്നുണ്ട്. മറച്ചു വെക്കുമ്പോൾ നമുക്കത് എന്താണ് എന്നറിയാനുള്ള, പ്രത്യേകിച്ചും കുട്ടികളാണ്, അവർക്ക് അതിനുള്ള ജിജ്ഞാസ കൂടും. ആ ഒരു കാര്യം അവരതിനെ തേടി പോകുമ്പോൾ, അവരൊരു പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ അത് തേടി പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരിക്കും വരുന്ന റിസൾട്ട് എന്ന്. അപ്പൊ അവര് കാണുമ്പോൾ അത് തന്നെയാണ് അതിന്റെ റിസൾട്ട്. ഈ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ,
അത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ത്വര തോന്നുന്ന ഒരു പ്രായമാണ് ഈ ടീനേജ്. കുട്ടികളോട് നമ്മളിങ്ങനെ മറച്ച് കവർ ചെയ്ത് വെക്കുക, ഇങ്ങനൊരു കാര്യമില്ല, അത് ചെയ്യരുത്, അത് തെറ്റാണ്, ബസ് ഇത്രേ പറയുന്നുള്ളൂ. അതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഒരു ത്വര തോന്നും, എന്നാ പിന്നെ ഇതെന്താണെന്ന് അറിയാൻ തോന്നും. അന്നേരം അവര് ഈ പറയുന്ന പോലെ സെർച്ച് എഞ്ചിന് കാര്യങ്ങളൊക്കെ നോക്കും. അവരുടെ ഒരു സെർച്ച് എഞ്ചിനായിട്ട് ഗൂഗിള് യൂട്യൂബ് ഒക്കെ ആയിരിക്കും അവരുടെ മുമ്പിലുള്ളത്. പണ്ട് കാലങ്ങളിൽ ഈ സെർച്ച് എഞ്ചിനൊക്കെ പേരൻസോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഒക്കെ ആയിരുന്നു. ആ ഒരു സെർച്ച് എഞ്ചിൻ ആവാൻ നമ്മുടെ പേരൻസിനോ ഫാമിലിക്കോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികളെ നമുക്ക് കൃത്യമായ ഒരു പാതയിലോട്ട് വിടാൻ പറ്റും. അപ്പോൾ ആ ഒരു സെർച്ച് എഞ്ചിൻ ആവാൻ നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ മെയിനായിട്ട് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ സെക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ, എടുക്കാൻ, കുട്ടികളോട് അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അത് നമ്മൾ മറച്ചു വെക്കും തോറും കുട്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്തോട്ട് ഡീപ്പായിട്ട് പോകും. ആ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കണം. എൻ്റെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ, അതായത് ഞാനൊരു 2ാം ക്ലാസ് 3ാം ക്ലാസ് ആ ഒരു ടൈമിൽ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ആൻസർ കണ്ടെത്താനുള്ള ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ലായിരുന്നു. എനിക്കെന്നല്ല, അന്ന് എൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരുമാതിരിപ്പെട്ട കുട്ടികൾക്കൊന്നും ഇല്ലായിരുന്നു. ആ ടൈമിൽ അതിനുള്ള ഉത്തരങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ ചോദ്യം ഞാൻ എൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്നു. കാര്യം നമുക്ക് ഈ പറയുന്ന പോലെ അത് നോക്കാനുള്ള, അല്ലെങ്കിൽ അത് എന്താണെന്ന് അറിയാനുള്ള ഇപ്പോഴത്തെ ടെക്നോളജീസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ അടക്കി വെച്ചു. പിന്നെ വലുതാവുന്നതിനനുസരിച്ച് അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വെച്ചിരുന്നു. അത് കണ്ടെത്താൻ ഒരു വഴി വന്നപ്പോൾ നമ്മൾ അതിന് സ്വയമായിട്ട് കുറച്ച് ഉത്തരങ്ങൾ കണ്ടെത്തി. പിന്നീട് അതൊരു ശരിയാക്കി അങ്ങ് പോയി. അതൊന്നും നമുക്ക് ഗൈഡ് ചെയ്ത് തരാനോ, അല്ലെങ്കിൽ ആ ഒരു മോറൽ വാല്യൂസോ കാര്യങ്ങള്, നമുക്ക് ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, അവരുടെ ഇങ്ങനെയാണ്, പെങ്ങൾ ഇങ്ങനെയാണ്, മറ്റൊരു പെൺകുട്ടി അല്ലെങ്കിൽ മറ്റൊരു ഫ്രണ്ടിന് ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ അനുഭവത്തിലൊന്നും പേരൻസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അത് അവരുടെ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഈ കാലഘട്ടം മുമ്പോട്ട് പോകുന്തോറും ടെക്നോളജീസ് വലുതാവുന്നു, ഈ പേരൻസിന്റെ ഒക്കെ തിരക്കുകൾ കൂടുന്നു, അവര് എഡ്യൂക്കേറ്റ് ആവും തോറും അവർക്ക് വെളിയിലൊക്കെ ഒരുപാട് ജോലി സാധ്യതകൾ വരുന്നു. അതേപോലെ കുട്ടികളെ ഗ്രാൻഡ് പേരൻസിന്റെ ഇടയിലോട്ട് വരുമ്പോൾ ഭയങ്കര ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം 2010 ജനിച്ച ഒരു കുട്ടിക്ക് 2011 ജനിച്ച കുട്ടി ചെയ്യുന്നത് കാണുമ്പോൾ ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. അപ്പം ഇപ്പോഴുള്ള കുട്ടികൾക്ക് ആ ഗ്രാൻഡ് പേരൻസ് പറയുമ്പോൾ, ഗ്രാൻഡ് പേരൻസ് ഒരിക്കലും അതൊരു തെറ്റായ ഒരു കാര്യമല്ല, പക്ഷെ അത്രയും ഗ്യാപ്പ് വരുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എടുക്കാനും ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു കുട്ടി ജനിച്ച് വളർന്ന് ഒരു ടീനേജ്, അതൊരു 18 വയസ്സ് വരെ എത്തുന്ന ആ ഒരു ടൈം വരെ അവര് ഫേസ് ചെയ്യുന്ന ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ഡാമേജ് ആണ് അവർ അനുഭവിക്കുന്നത്. അതായത് അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് കിട്ടുന്നില്ല. അവരുടെ ഫീലിങ്സ് കാര്യങ്ങളോ ഒന്നും, അവരുടെ ഡൗട്ടുകളോ ഒന്നും സോൾവ് ചെയ്യാൻ സ്പേസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഈ പറഞ്ഞൊരു കാര്യം ഒരുപക്ഷെ പലർക്കും ഇവൻ എന്തായി പറയുന്നത്, ചെറിയ കാര്യമല്ലേ, ഇത് ഇത്ര വലിയ കാര്യമാണോ, ഞങ്ങളൊക്കെ ഇങ്ങനല്ലേ വളർന്നേ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഞങ്ങളൊക്കെ വളർന്നപ്പോ ഇത്രയും വലിയൊരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ അങ്ങനെയല്ല. ഈ ലോകം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ അത്രയും ഫാസ്റ്റില് ഒരു വർഷം വ്യത്യാസമുള്ള കുട്ടികൾ തമ്മിൽ വരെ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു ചെറിയൊരു കാര്യമായിട്ട് കാണരുത്. അപ്പൊ നമ്മൾ അത് പരിഹരിക്കാൻ തയ്യാറാവണം. കുട്ടികൾക്ക് നമ്മൾ സ്പേസ് കൊടുക്കണം. കുട്ടികൾ നമ്മുടെ ഫ്രണ്ട്സ് ആവണം. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഫ്രണ്ട്സ് ആവണം. അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് ഒന്ന് സംസാരിക്കണമെങ്കിൽ, അവർക്കൊരു വിഷമം വരുമെങ്കിൽ, അവർക്കൊരു സന്തോഷം വരുമെങ്കിൽ, അങ്ങനെ എന്ത് ഫീലിംഗ് വന്നാലും, എന്ത് ഡൗട്ട് വന്നാലും അവർക്ക് ആദ്യം അവരുടെ മനസ്സിൽ തെളിയേണ്ട മുഖം അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അങ്ങനെയുള്ള ആരുടെയെങ്കിലും ആയിരിക്കണം. അങ്ങനെ വരുമ്പം അവർക്കൊരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാൻ തോന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പേരൻസ് പലരും ഞാനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമാണ്, കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല, അവരുടെ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് പേടി വരും, അവരിനി എന്തെങ്കിലും ചെയ്താലോ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്.
പക്ഷെ അവര് ഒരു സോഷ്യൽ ഇന്റർഫേസിലുള്ള അറിയാത്ത ഒരാളോട് സംസാരിക്കുന്നത് ഭയങ്കര കൂളായിട്ടായിരിക്കും. അതുകൊണ്ട് പേരൻസിനോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അവരുടെ ഒരു ഫ്രണ്ട് ആയാൽ മാത്രം മതി നിങ്ങൾ. അവരെ കേൾക്കുന്നേ, അവരെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വില കൊടുക്കുന്ന നല്ലൊരു ഫ്രണ്ട്. അവരുടെ ഇഷ്ടങ്ങൾ, നമ്മൾ തെറ്റുകളെ തെറ്റെന്ന് സ്നേഹത്തോടു കൂടി പറയുകയും അതേപോലെ ശരികളെ അക്സെപ്റ്റ് ചെയ്യുകയും അവർക്കൊരു വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ പറയുന്ന കേൾക്കും, ഉറപ്പായിട്ടും കേൾക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് ശ്രമിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടി നിങ്ങൾ ഇത്തരത്തിൽ പറയുന്ന ഒരു മോശപ്പെട്ട രീതിയിലോട്ട് പോകാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ അതിലും അപ്പുറത്തേക്ക് അവർ എത്തും. അങ്ങനെ ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികളോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അവർക്ക് അറിയില്ല നിങ്ങളോട് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഓപ്പണായിട്ട് ഒരു വട്ടം ഒന്ന് സംസാരിക്കൂ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഇതൊന്ന് കാണിച്ചു നോക്കൂ. അന്നേരം അവർക്ക് മനസ്സിലാവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണേലും കുഴപ്പമില്ല, ഇത് സംസാരിക്കൂ. അല്ലെങ്കിൽ ആ രീതിയിൽ അവരോട് പെരുമാറും. അവരും ഒരു മനോവിഷമത്തിലായിരിക്കും, എൻ്റെ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് പറയുന്ന കേൾക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും അവരും നിൽക്കുന്നത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കൂ. ഓപ്പൺ ആയിട്ടൊരു ഇന്റർഫേസ് നമുക്ക് നിങ്ങൾ തമ്മിൽ ഒരു കെട്ടിപ്പിടിച്ചും എടുത്തും ഒക്കെ സ്നേഹം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് വ്യത്യാസം വരും. ചില കുട്ടികൾ എന്നോട് സംസാരിക്കാറുണ്ട്. അവരെന്തേലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് ചെറിയ തെറ്റാണെങ്കിലും അവർക്ക് തുറന്നു പറയാനൊക്കെ ഒരു പേടിയാ. കാര്യം പേരൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും, അവരടിക്കുവോ? പണ്ട് കാലങ്ങളിൽ അടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനെ ആ ഒരു സെൻസിൽ എടുക്കാനും പറ്റുമായിരുന്നു. അന്തരീക്ഷം അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഇപ്പം ആ അടി കൊണ്ടാലും അവരെ സമാധാനിപ്പിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവരൊരു പക്ഷേ പെട്ടെന്ന് ആത്മഹത്യയെ പറ്റിയവരെയൊക്കെ ചിന്തിച്ചറിയും. ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരന്റിങ്ങും ഒന്ന് പഠിപ്പിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ പേരൻസ് ഇത് കാണുമ്പോൾ എന്നെ ചീത്ത വിളിക്കുമായിരിക്കും. പക്ഷെ പേരന്റിങ്ങും അത് പ്രോപ്പർ അല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് അത് കൺവേ ആവുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ അത് മീൻസ് കൗൺസിലേഴ്സിനോടോ അങ്ങനെയുള്ള ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്നെ പോലുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അതിന്റെ കാരണങ്ങളോ എന്തെങ്കിലും ഒന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് അവർക്ക് തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതേപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ, കുറച്ചുകൂടെ കുഞ്ഞു പ്രായം തൊട്ടേ അതെന്താണ്, അതെങ്ങനെയാണ് എന്ന് വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു സിലബസിലും അതേപോലെ തന്നെ പേരൻസും കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നല്ല വ്യത്യാസം വരും. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ലൊരു തലമുറ പണ്ടത്തേനെക്കാട്ടിലും കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടും വെളിയിലത്തെ കുട്ടികളൊക്കെ ചിന്തിക്കുന്ന പോലെ കരിയറിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന, അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന. ഇന്നും എനിക്കൊരു പേഴ്സണൽ അനുഭവം ഉണ്ടായി. എനിക്ക് ദുബായിലുള്ള ഒരു കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എനിക്ക് മെസ്സേജ് അയച്ചു. അവള് കരിയറിനെ പറ്റിയാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ പോലും റിസൾട്ട് വരട്ടെ അങ്ങനെ അവരവരുടെ കരിയർ അവർ തിരഞ്ഞെടുക്കുന്നില്ല. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഞാനൊരു കരിയർ കൺസൾട്ടന്റും മോട്ടിവേഷൻ സ്പീക്കറും ഒക്കെയാണ്. പക്ഷെ പലരും എന്നോട് മീൻസ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു കരിയറോ കാര്യങ്ങളോ ഒന്നും അല്ല ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളോ നിങ്ങളുടെ കുട്ടികളോ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. അത് വേറൊന്നുമായിട്ടും ബന്ധമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഹെൽപ്പ് എൻ്റെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും വരുന്ന വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ നന്ദി, നമസ്കാരം, ബൈ.